വിശന്ന് വളഞ്ഞ സിംഹങ്ങളുടെ മുന്നിൽ മാൻകുട്ടീനെ കിട്ടിയ പോലെയാണ് ഞങ്ങൾക്ക് ടീം ഡിന്നർ കടന്നു വന്നത്. ടാർഗറ്റ് അടിക്കുന്നവർക്ക് ഡിന്നർ കൊടുക്കുന്ന പതിവ് നമ്മുടെ കമ്പനിയിലുണ്ട്. എന്താ കഴിക്കണമെന്ന് അറിയാതെ ഒരുപാട് നേരം ഞങ്ങൾ മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചോണ്ടിരുന്നു. അവസാനം ഞങ്ങൾ ചാറ്റ്സ് അങ്ങ് തുടങ്ങി, പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സും. ചാറ്റ്സ് ആയാലും സ്റ്റാർട്ടേഴ്സ് ആയാലും വിഷയം തന്നെയാണ്, ഒന്നും പറയാൻ. സ്റ്റാർട്ടേഴ്സ് വരുന്നവരെ കുറച്ച് സൂപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. മട്ടനും ചിക്കനും മഷ്റൂമും എല്ലാം 1/2 അങ്ങ് എടുത്തു. അതിലേറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കിടിലൻ ആംബിയൻസും ഇവർ സെർവ് ചെയ്യുന്ന രീതിയുമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളെ സെർവ് ചെയ്ത ഈ പെൺകുട്ടിയാണെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിച്ചതിൽ ഈ ചക്കന്തർ കബാബാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയത്. ഇതൊക്കെ കഴിഞ്ഞത്തേക്ക് ഞങ്ങളുടെ മെയിൻ കോഴ്സ് പയ്യെ വന്നു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ചിക്കൻ ടിക്ക കറിയും ഗാർലിക് നാനും ഒക്കെയാണത്. അതിൽ ചിക്കൻ ടിക്കയും ഗാർലിക് നാൻ്റെയും കോംബോ എടുത്തു പറയണം, കിടിലാണ്. പിന്നെ കമ്പനിയുടെ ട്രീറ്റല്ലേ, എല്ലാവരും വയറ് മുട്ടെത്തുന്നു. കണ്ണി കണ്ടതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും വയറ് തണുപ്പിക്കാൻ മൊയ്റ്റോയും ജ്യൂസും ഒക്കെ എത്തി. ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, കിടിലം. ഒരിറ്റ് സ്ഥലം ഇനി വയറിലില്ല. അപ്പോൾ അത് ആദ്യം ഓർഡർ ചെയ്ത ഡെസേർട്ടൊക്കെ വരുന്നു. അപ്പം ഇല്ലാത്ത സ്ഥലമൊക്കെ എങ്ങനെയോ ഉണ്ടായി. ഞാൻ ഓർഡർ ചെയ്തത് റബഡിയാണ്. പിന്നെ ഗുൽഗണ്ടും ഗുലാബ് ജാമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബില്ല് കണ്ട് ഞെട്ടണ്ട. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഹൈലൈറ്റ് മാളിലുള്ള ഹോയ് പഞ്ചാബ്.